കാർ മോഡിഫൈ ചെയ്ത മലയാളി വിദ്യാർത്ഥിക്ക് പിഴ. ബംഗളൂരു മോട്ടോർ വാഹന വകുപ്പിന്റേതാണ് നടപടി. 1.11 ലക്ഷം രൂപയാണ് യലഹങ്ക റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ചുമത്തിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേർന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്താണ് മോഡിഫിക്കേഷൻ നടത്തിയത്? ഏത് തരത്തിലായിരുന്നു? തുടർന്ന് ഈ പിഴ ഈടാക്കാനുണ്ടായ സാഹചര്യം പറയൂ അർജുൻ. മോത്തി, പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉച്ചത്തിലുള്ള സൗണ്ട്, അതായത് ഈ വാഹനത്തിൻ്റെ സാധാരണഗതിയിലുള്ള സൗണ്ട് മാറ്റി അത് മോഡിഫൈ ചെയ്ത് വലിയ രീതിയിലുള്ള സൗണ്ട്, അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഈ സൈലൻസിൽ നിന്നും, അതായത് ഇതിൻ്റെ എക്സോസ് പമ്പിൽ നിന്നും തീ തുപ്പുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് വരുത്തിയത്. അത് വലിയ തോതിൽ ചട്ടലംഘനമാണ് എന്നുള്ള കാര്യം ബംഗളൂരു മോട്ടോർ വാഹന വകുപ്പ് അതുപോലെ തന്നെ യലഹങ്ക റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും എല്ലാം തന്നെ വ്യക്തമാക്കിയായിരുന്നു ഈ വിദ്യാർത്ഥിക്ക്. അദ്ദേഹം എറണാകുളം സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാറും KL7 രജിസ്ട്രേഷനാണ്, എറണാകുളം രജിസ്ട്രേഷൻ. ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ആ ഒരു സമയത്താണ് ആദ്യം ഈ നിയമലംഘനമെല്ലാം തന്നെ പോലീസിൻ്റെയും അതുപോലെ RTOയുടെയും എല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അവിടെ ഹെന്നൂർ റോഡിൽ വെച്ച്, ബംഗളൂരു നോർത്തിലെ ഹെന്നൂർ റോഡിൽ വെച്ചാണ് ട്രാഫിക്കിൽ വെച്ച് ഈ കാർ ആദ്യം ഇത്തരത്തിൽ മോഡിഫൈ ചെയ്ത കാറ് പിന്നീട് ഇത്തരത്തിൽ വലിയ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന പോലെ തന്നെ ഈ സൈലൻസിൽ നിന്നും തീ തുപ്പുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ അത് വന്നത് റീലിലെല്ലാം തന്നെ വലിയ തോതിൽ പ്രചരിച്ചു. അതിന് പിന്നാലെ കാറ് ട്രാക്ക് ചെയ്ത് ജനുവരി ആദ്യ വാരം തന്നെ ഇത്തരത്തിൽ പിഴ ചുമത്തിയുള്ള നോട്ടീസ് അയച്ചു എന്നുള്ള കാര്യമാണ് ബംഗളൂരു പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. 70,000 രൂപയാണ് കാറിൻ്റെ വില. ഈ വിദ്യാർത്ഥി കാർ വാങ്ങുന്നത് 70,000 രൂപയ്ക്കാണ്. പക്ഷേ പിന്നീട് വലിയ തോതിൽ 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന തുകയാണ് പിഴയായിട്ട് ഈടാക്കിയിരിക്കുന്നത്, 1,11,500 രൂപ. ആ പിഴ ഇപ്പോൾ വിദ്യാർത്ഥി അടച്ചിട്ടുമുണ്ടെന്നുള്ള കാര്യമാണ് യലഹങ്ക റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് വ്യക്തമാക്കുന്നത്. ഒരു സാധാരണ കേസ് ബുക്ക് ചെയ്യാതെ തന്നെ വലിയ രീതിയിൽ, അതായത് കൃത്യമായിട്ടുള്ള ഒരു പിഴ ചുമത്തിക്കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും പാർട്ടികൾക്കെല്ലാം അതുപോലെ തന്നെ ഈ ന്യൂ ഇയർ സെലിബ്രേഷനോടനുബന്ധിച്ച് തന്നെ വലിയ തോതിൽ ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്, അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് എടുക്കുന്നതെന്നാണ് ഇപ്പോൾ ബംഗളൂരു പോലീസിന്റെ വിശദീകരണം. ശരി അർജുൻ.